ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. ബനാനയും സേമിയയും വെച്ചൊരു കിടിലൻ പലഹാരം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനായി ഒരു പാൻ എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽട്ടായി വന്നാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട, ചെറുതായി ഒന്ന് കളർ മാറിയെടുത്താൽ മതി. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒഴിച്ച നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. നെയ്യ് മെൽട്ടായതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറുത്ത സേമിയ ആണെങ്കിലും ചെറുതായൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. ഇതാ സേമിയം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം കുക്കായാൽ മതി. കുംസ് റെഡിയാക്കുമ്പോൾ ബാക്കിയുള്ളതും കുക്കായിക്കോളും. പാലൊക്കെ വറ്റി സേമിയ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർത്ത് സ്പൂൺ കൊണ്ട് അടിച്ചെടുക്കാം. ഇതൊരു നോർമൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയുടെ അളവാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്തെടുത്ത സേമിയ ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി മിക്സാക്കി കൊടുക്കാം. വഴറ്റി വെച്ച പഴം കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സേമിയ കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു സോസ് പാൻ അടുപ്പിൽ വെക്കാം. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പാത്രത്തിന്റെ എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 30 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആയാൽ ഓപ്പൺ ചെയ്ത് നട്ട്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ബനാന കുംസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.